പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി യുവാക്കളെ 35-കാരി ഹണി ട്രാപ്പിൽ കുടുക്കിയതായി പരാതി. കാസർഗോഡ് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖറിനെതിരെ പോലീസ് കേസെടുത്തു. ഉദ്യോഗസ്ഥ ചമഞ്ഞും യുവതി തട്ടിപ്പ് നടത്തിയതായി സൂചന. എൻ്റെ ജിമ്മിലേക്ക് വന്നിട്ടാണ് പരിചയം വന്നത്. പിന്നെ ആ കല്യാണകത്ത് കാണിച്ചിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പ്രപ്പോസ് ചെയ്യുന്നതാണ്. കൂടാതെ പല ആവശ്യങ്ങൾക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവലും അവിടെ ബില്ല് പേയ്മെൻറ്റ് ഞാൻ ചെയ്യുകയും ആണ് ഉണ്ടായത്. എനിക്ക് ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു 80,000 ചെക്ക്, പിന്നെ ഒരു 3,14,000 ചെക്ക്, പിന്നെ ഒരു 4,50,000 ചെക്കാണ് തന്നിട്ടുണ്ടായത്. ഈ ചെക്കെല്ലാം ബൗൺസായിട്ട് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ നമ്മളോട് ഒരു എന്തൊക്കെയോ പറഞ്ഞ് കള്ളം പറഞ്ഞു. ഞാൻ ഇവിടെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു പൈസ തരാൻ പറ്റില്ല, നിന്നെ ഞാൻ കേസിൽ കൊടുക്കും. ഞാൻ കൊടുക്കുന്ന കേസ് എന്ന് പറഞ്ഞത് പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് റേപ്പ് ചെയ്ത് ഫുഡ് തന്നിട്ട് അതിൽ വിഷം കലർത്തിയിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് തന്നത് പറഞ്ഞു. താമസിച്ചത് ഇങ്ങനെ ഈ കേസിൻ്റെ പറഞ്ഞിട്ട് രാത്രിക്ക് വന്നിട്ടാകുമ്പോൾ പറഞ്ഞു രാവിലെ ഞാൻ പോകുമെന്ന് അറിഞ്ഞിട്ട് ഇവിടെ രാവിലെ ഇന്ന് രാത്രിക്ക് ഞാൻ നിൽക്കുന്നില്ലോ, രാവിലെ ഞാൻ പോകുമെന്ന് അറിഞ്ഞിട്ടാണ് വന്നിന്. 5 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. എന്നോട് പിന്നെ എൻ്റെ മാല മണിച്ചിട്ട് പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് ഞാൻ എടുത്തു തരും. പിന്നെ അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ടാണ് എൻ്റെതും അമ്മയുടേതും. ISRൽ ഞാൻ പണിയെടുക്കുന്നത്. 85,000 രൂപ ശമ്പളം. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എങ്ങനെയായിരുന്നു ഈ യുവതിയുടെ തട്ടിപ്പെന്നാണ് അറിയാൻ കഴിയുന്നത്? വേണു, കാസർഗോഡ് ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരനെതിരെയാണ് വ്യാപകമായ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ISROയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും ഈ IAS വിദ്യാർത്ഥിനി ചമഞ്ഞും തട്ടിപ്പ് നടത്തി. അതായത് ഇവരെയൊക്കെ വിവാഹ വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി ഇവരിൽ നിന്ന് പണം വാങ്ങി എന്നാണ് നമുക്ക് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആ യുവാവ് ഈ യുവതി നൽകിയ പരാതിയിൽ മംഗലാപുരത്ത് 28 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇയാളെ ജിമ്മിലെ ഇൻസ്ട്രക്ടറായിരുന്നു ഈ യുവാവ്. അവിടെ വെച്ച യുവതി ജിമ്മിലേക്ക് വന്ന് പരിചയപ്പെടുന്നു. ISROയിലെ എഞ്ചിനീയർ ആണെന്ന് പറയുന്നു. താനിപ്പോൾ ലീവിലാണ്, തനിക്ക് ശമ്പളം 85,000 രൂപയാണെന്നും ഈ യുവാവിനോട് യുവതി പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യുവാവും യുവതിയുമായി സൗഹൃദത്തിലായത്. തുടർന്ന് യുവാവിനെയും യുവാവിന്റെ കുടുംബത്തെയും അവരോട് സൗഹൃദം നടിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്തു. ഇങ്ങനെയാണ് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയതെന്നാണ് വേണു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 ലക്ഷത്തോളം രൂപ ഈ യുവാവിൽ നിന്ന് മാത്രം തട്ടിയെടുത്തു. യുവാവിന്റെ അമ്മയുടെ കഴുത്തിൽ കിടന്ന മാലയും ഈ യുവതിയുടെ സാമ്പത്തിക ബാധ്യതയും ISROയിൽ ശമ്പളം മുടങ്ങിയെന്നും ചൂണ്ടിക്കാട്ടി ആ മാലയും ഊരി വാങ്ങിയെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി വന്നിട്ടുണ്ട്. മറ്റൊരു യുവാവിന്റെ പരാതി വന്നിട്ടുണ്ട്. ആ യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ശ്രുതി ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പോലീസ് കേസെടുക്കാനുണ്ടായ കാരണം തന്നെ വനിതാ സെൽ SIക്കെതിരെ ഈ യുവതി ഉയർത്തിയ ഒരു ആരോപണമായിരുന്നു. ഈ വനിതാ സെൽ SIക്ക് മുന്നിൽ ഈ യുവതി പരാതിയുമായി എത്തുന്നു. ആ പരാതി വ്യാജമാണെന്ന് സംശയം തോന്നിയ വനിതാ സെൽ SI അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടിപ്പോയപ്പോഴാണ് ആ യുവതി വ്യാപകമായ തട്ടിപ്പ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ISROയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും അതുപോലെ തന്നെ IAS വിദ്യാർത്ഥിനി ചമഞ്ഞും മാത്രമല്ല ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥ ചമഞ്ഞു അടക്കം യുവതി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തൃശ്ശൂര്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ പോലീസുകാർ ഉൾപ്പെടെ വ്യാപകമായി തട്ടിപ്പിന് ഇരയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ചില പോലീസുകാർ ഹണി ട്രാപ്പിൽ കുടുങ്ങി ജയിലിൽ കടന്ന് അവരുടെ ജോലി സസ്പെൻഷനിലാവുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം. യുവതി വ്യാപകമായ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. വേണു, ശരി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.